വേണ്ടി ഞാൻ വരാറുണ്ട്. പക്ഷെ ഇന്നത്തെ വരവിന് വല്ലാത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ കാസറ്റിന്റെ വാക്കുകൾ പറഞ്ഞ പോലെ മനസ്സ് ഹൃദയമുരളിയായി ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ബഹ്റിനിൽ യാദൃശ്ചികമായി ഒരു മലയാളം ചാനലിന്റെ അഡ്മിനിസ്ട്രേഷൻ വർക്കിനെത്തിയ ഞാൻ ഒരു അവതാരികയുടെ അസാന്നിധ്യം മൂലം പഴയ ഗാനങ്ങളുടെ സെഗ്മെന്റായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള പ്രോഗ്രാം ചെയ്യേണ്ടി വന്നു. അത്യാവശ്യം കുറച്ച് പാടുക എന്നതല്ലാതെ എനിക്ക് സംഗീതത്തിൽ വലിയ ജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് എന്റെ ഈ ചുമരിൽ ഈ പുതിയ പ്രോഗ്രാം എന്നുള്ള ഇത് വന്നത്. എനിക്കാകെ ഭയമായിരുന്നു, എന്ത് ചെയ്യും. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഇറങ്ങിയ പല പാട്ടുകളാണ് അവതരിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് യാതൊരു എത്തുപിടിയില്ല. പിന്നീട് എന്തോ ആദ്യം എനിക്ക് അറിയാവുന്ന കുറച്ച് വയലാർ ദേവരാജൻ പാട്ടുകൾ ഞാൻ തുടങ്ങി. ഒരു ദിവസം തുടങ്ങി, 2 ദിവസം തുടങ്ങി, ഒരാഴ്ച കഴിഞ്ഞ് എന്റെ കയ്യിലുള്ള സ്റ്റോക്കില്ല, തീർന്നുപോയി. പിന്നെ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കാണ് ഞാൻ പറഞ്ഞത് എന്തോ ഒരു അബദ്ധം വന്നു ഒരു ദിവസം. എനിക്ക് വ്യക്തമായി ഓർമ്മയില്ല. അന്നേരം എനിക്ക് രാജഗോപാലനെ വെറും അറിയില്ല, തീരെ പരിചയമില്ല. ഏതോ സൈറ്റിൽ നിന്ന് ഞാൻ കണ്ടത് അപ്പാടെ വിശ്വസിച്ച് റേഡിയോയിൽ കൂടി പറയുകയും ചെയ്തു. അപ്പോഴാണ് ഒരു കോള് വരുന്നത്. രാജീവാണ് അത്. എന്താ രാജീവ്? ഒരു ശാസനയും ഉണ്ടായിരുന്നു, അതിലൊരു സ്നേഹം ഉണ്ടായിരുന്നു. രാജീവ് പഴയ ഗാനങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, അത് രാജഗോപാലനായിരുന്നു വിളിച്ചത്. ശ്രീമാധവൻ സാർ പറഞ്ഞതുപോലെ ബഹ്റിനിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു സിനിമയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ നേരം വരെ സംസാരിക്കുന്ന രാജഗോപാലൻ എന്നെ ഒരു ലോക്കൽ കോൾ ഈ കാര്യം പറയാൻ വിളിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പിന്നീട് ആ ഒരു ബന്ധം രാജഗോപാലന്റെ അടുത്ത് പറഞ്ഞു, രാജീവ് ഇങ്ങനൊരു സൈറ്റ് ഉണ്ട്, ഇതിൽ പോയാൽ 100% എനിക്ക് വിശ്വസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഞാൻ അന്ന് തന്നെ മലയാളം, അപ്പോഴും എനിക്ക് അതിനെക്കുറിച്ച് വലിയ സാധാരണ സൈറ്റ് പോലൊരു സൈറ്റ് മലയാള സംഗീതം .info ഞാൻ അതിൽ അടിച്ചപ്പോ എന്തെന്നില്ലാത്ത, അതായത് അന്ന് വരെ ഉണ്ടായിരുന്ന ആ പ്രോഗ്രാം വളരെ വിഭിന്നമായ ഒരു സ്റ്റൈലിൽ തന്നെ കൈവന്നു. കാരണം 60-കളിൽ പിന്നീട് രാജഗോപാൽ സാർ പലപ്പോഴും അദ്ദേഹം ജോലി കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്റെ കോള്, അതായത് അതിൽ കാണുന്ന സംശയം വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടി. കാരണം ഞങ്ങളുടെ റേഡിയോ സ്റ്റേഷനിലെ ലൈബ്രറിയിൽ കാണുന്നത് തികച്ചും വ്യത്യസ്തമായിരിക്കും മലയാള സംഗീതം .info കാണുന്നത്. അപ്പൊ അതൊന്നും കൂടി എനിക്ക് പേടിയായി. ഇനി ഇത് ശരിയല്ലായിരിക്കും. ആദ്യമൊക്കെ എനിക്ക് സംശയമായിരുന്നു, ഇത് ശരിയല്ലായിരിക്കും. പക്ഷെ 100%, 150% തവണ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആ പ്രോഗ്രാം തുടങ്ങിയ ശേഷം അന്ന് വരെ അബദ്ധങ്ങൾ പലപ്പോഴും പലരും വിളിക്കാറുണ്ടെങ്കിലും അന്ന് തൊട്ട് മലയാള സംഗീതം .info എന്നുള്ള സൈറ്റ് ഞാൻ വിസിറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇന്ന് വരെ എനിക്ക് ഒരൊറ്റ കോൾ സിനിമ സംഗീതം രചയിതാവ് സംഗീതം മാറിപ്പോയിട്ട് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഇവിടെ ഇന്നിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന ഹൃദയമുരളിക മനസ്സിന്റെ 1000ങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒന്നിച്ച് അത് ആസ്വാദക വൃന്ദത്തിനായി തുറന്നു കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദി എനിക്കിങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഇതിന്റെ സംഘാടകരോട്, ഭാരവാഹികളോട്, മറ്റെല്ലാവരോടും എന്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. നമസ്കാരം.